ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ജാങ്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ. അവൻ്റെ അസുഖമൊക്കെ മാറി, അപ്പോൾ ഞങ്ങൾ ഈ വീക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി. ജാങ്കുട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേ ഭയങ്കര പാവം തോന്നും കേട്ടോ. കാരണം സ്കൂളിൽ ബർത്ത്ഡേക്ക് ഫ്രണ്ട്സൊക്കെ പെൻസിൽ കൊണ്ടുവരുമ്പോൾ അവനും വന്ന് ചോദിക്കും, അമ്മ എൻ്റെ ബർത്ത്ഡേ എന്നാണ്, ഞാൻ എപ്പോഴാണ് പെൻസിൽ കൊണ്ട് കൊടുക്കുന്നത്, കേക്ക് എപ്പോഴാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെ ആറ്റുനോറ്റ് അവൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ അവനാണ് ആ സമയത്ത് ശ്വാസം മുട്ടലൊക്കെ വന്ന് ഒട്ടും വയ്യായിരുന്നു. അന്ന് സ്കൂളിലും പോയില്ല. അങ്ങനെ പെൻസിലൊന്നും സ്കൂളിൽ കൊടുക്കാനൊന്നും പറ്റിയില്ല ആൾക്ക്. എന്തായാലും ഇപ്പോൾ അവൻ്റെ അസുഖമൊക്കെ മാറി. അതുകൊണ്ട് ഞങ്ങൾ ഈ വീക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ജാങ്കുട്ടൻ്റെ ഒക്കെ ഫ്രണ്ട്സൊക്കെ വന്നു, എല്ലാവരും കൂടി ഡെക്കറേറ്റ് ചെയ്യാണ്. ഇത് കാണുമ്പോഴേ എനിക്ക് നമ്മുടെ കല്യാണരാമനിലെ സലിംകുമാറിനെയാണ് ഓർമ്മ വരുന്നത്. ആ വെൽക്കം വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ. ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ചെയ്ത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആ മിസ്റ്റേക്ക് കാണുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ പിള്ളേർ സെറ്റ് തന്നെയാണ് എല്ലാം ചെയ്തത്. ഇത് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച സെലിബ്രേഷൻ കിറ്റാണ്. ഇത് ശരിക്കും കൈ കിട്ടിയപ്പം പസിൽ പിടിച്ചിരിക്കുന്ന പോലെ. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ എന്തിനാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെ ഒപ്പിച്ച് വെച്ചു. അങ്ങനെ ഏകദേശം നമ്മുടെ ഡെക്കറേഷനൊക്കെ സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ കളിക്കാനൊക്കെ പോയി. ഞാനും കണ്ണനും കൂടി ഇത് ബാക്കിയൊന്ന് ഫിനിഷ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരുടെയാണ് അവസാനത്തെ പരിപാടികളൊക്കെ ചെയ്തതും. ജാങ്കോട്ടനും ഉണ്ട്, അവനെ ബലൂണൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കി കുട്ടികളൊക്കെ അപ്പുറത്ത് പോയി കളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഇവരിവിടെ ഹെലികോപ്റ്റർ പറപ്പിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് ജാൻകുട്ടൻ്റെ ബർത്ത്ഡേക്ക് അവൻ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ച ഒരു സാധനമാണ്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ചാർജ് തീർന്നു പോയി, പിന്നെ അത് പറഞ്ഞില്ല. എന്തായാലും ഇവരിവിടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കേക്ക് അപ്പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കേക്കൊക്കെ വാങ്ങാൻ പോയി. ഇവരിവിടെ കളിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയി. ഒരു സ്പൈഡർമാൻ്റെ കേക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അവന് സ്പൈഡർമാനെ ഇഷ്ടമാണ്, അതിലും കൂടുതൽ കാറാണ് ഇഷ്ടം. അപ്പോൾ കാറിൻ്റെ കേക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് കൊണ്ട് ഈ പ്രാവശ്യം സ്പൈഡർമാനെ വാങ്ങിക്കാമെന്ന് വെച്ചു. അവൻ്റെ ഉടുപ്പിൻ്റെ അതേപോലത്തെ കളറിലാണ് കേക്കും വന്നിരിക്കുന്നത്. നമ്മുടെ ഡെക്കറേഷനൊക്കെ കേക്കും എങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ലതാണെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. അങ്ങനെ ജാങ്കുട്ടൻ കേക്ക് കട്ട് ചെയ്യാൻ പോവാണേ. അങ്ങനെ അവൻ കാത്തിരുന്ന് കേക്ക് കട്ട് ചെയ്തു. ആവേശം മൂത്ത് കേക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്ക് മെഴുകുതിരി ഊതാൻ മറന്നുപോയി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ആൾ ഓർത്തത് മെഴുകുതിരി ഊതുന്ന കാര്യം. പിന്നെ സ്വന്തമായിട്ട് തന്നെ കേക്ക് കട്ട് ചെയ്ത് ആദ്യം തന്നെ സ്വയം കഴിച്ചു കേട്ടോ. അവൻ്റെ വിഷമമൊക്കെ അവനങ്ങ് കേക്ക് കട്ട് ചെയ്ത് തീർത്തു. പിന്നെ എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് അവന് കൊടുത്തു. അവനങ്ങ് കാര്യമായിട്ടിരുന്ന് കഴിച്ചു കേട്ടോ. അധികം കേക്ക് കൊടുക്കാനും പറ്റത്തില്ല, കാരണം കഫക്കെട്ടൊന്നും മൊത്തം മാറിയിട്ടില്ല. അതുകൊണ്ട് അധികം കൊടുക്കാൻ പറ്റത്തില്ല. എന്നാലും എല്ലാവരും വായി വെച്ച് കൊടുത്തപ്പോൾ അവൻ കാര്യമായിട്ടിരുന്നങ്ങ് കഴിച്ചു. എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഞങ്ങളും കഴിച്ചു. ഈ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയും കുറച്ച് ഗെയിമുകളുണ്ട്. ഇനി നമ്മുടെ ചാനലിൽ വരുന്നതെല്ലാം കുറേ ചലഞ്ച് വീഡിയോസാണ്. ഇവർക്ക് പറ്റിയ ചെറിയ ചെറിയ ആക്ടിവിറ്റീസും അതിൽ ഇവർക്ക് പറ്റിയ ചെറിയ പണിഷ്മെൻറ്റും ഒക്കെ കൊടുത്തിട്ട് നല്ല വീഡിയോസ് വരുന്നുണ്ട്. എല്ലാവരും ഞങ്ങളെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ജാൻകുട്ടൻ്റെ ബർത്ത്ഡേക്ക് ജാനിക്കുട്ടി ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു. അവൾ സ്വന്തമായിട്ട് ചെയ്ത ഒരു ബർത്ത്ഡേ കാർഡ്. നല്ല രസമായിട്ട് തന്നെ ജാനിക്കുട്ടി ചെയ്തിട്ട് സ്വന്തമായിട്ട് തന്നെ വരച്ച് കട്ട് ചെയ്ത് അതിൽ ഞങ്ങളുടെ ഫാമിലി പിക്ചറൊക്കെ ആൾ സ്വന്തമായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് വരച്ചിട്ടുണ്ട്. ചേച്ചി ചെയ്യുന്ന കണ്ടപ്പം ഞാനും ഒരു സർപ്രൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അവനും അപ്പുറത്തിരുന്ന് വരച്ചു. ഇതാണ് നമ്മുടെ ജാനിക്കുട്ടി ചെയ്ത കാർഡ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അഭിപ്രായം പറയണം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് തോന്നിയ കമൻറ്റ്സ് പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.